ഞാൻ ഈ ശുശ്രൂഷയിൽ ധ്യാനം തുടങ്ങിയ നാളെ കർത്താവ് എനിക്ക് 2-3 വെളിപാടുകൾ തന്നായിരുന്നു. അപ്പം ഇങ്ങനെ പ്രാർത്ഥനയിരുന്നപ്പോൾ ശരിക്കും അതുകൊണ്ട് അണക്കരയിൽ ശരിക്കും ഞങ്ങൾ 4 ചെറിയ ചിത്രങ്ങൾ നമ്മളിങ്ങനെ ലാമിനേറ്റ് ചെയ്ത് ആൾക്ക് കൊടുക്കും. ഒന്ന് ദൈവ കരുണയുടെ ചിത്രം, ഒന്ന് റോസാംശിക മാതാവിൻ്റെ ചിത്രം, ഒന്ന് 10 പ്രമാണങ്ങളുടെ ചിത്രം, പ്രസിലോഷ്, ഒന്ന് വിഷ്ണു മിഖായലിൻ്റെ ചിത്രം. വേറൊന്നും നമ്മൾ ചെയ്യാറില്ല. ബോധപൂർവമാണ് ഞാൻ വേറെ ഈ ഷോപ്പുകളൊന്നും ഞാൻ തുടങ്ങാൻ. കാരണം ഇത് 3 എനിക്ക് ആത്മാവ് ശരിക്കും ഇത് 3-4 ചെയ്യാൻ പറയും. പ്രസോഷം ഒന്ന് ദൈവകരുണയിൽ ജനത്തോട് ആശ്രയിക്കാൻ പറയാം. 2 പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി, പ്രത്യേകിച്ച് റോസാമിസ് അമ്മ ഈ രക്തക്കണ്ണുനീരൊഴുക്കുന്ന അമ്മയാണ്. അത് ഡെലിവറൻസിൻ്റെ അമ്മയാണ്. പ്രസോഷം പൈശാചികത്തെ ബഹിഷ്കരിക്കുന്നൊരു ഭയങ്കര അമ്മയുടെ മധ്യസ്ഥം കിട്ടും. 3 ഈ 10 പ്രമാണം ശരിക്കത് കിട്ടിയതാണ്. അപ്പം എന്നോട് പറഞ്ഞ് നീ വേറൊന്നും ചെയ്യണ്ട, സഭയെ ദൈവജനത്തോട് 10 കൽപ്പന പഠിപ്പിക്കുക. അതിൽ നിന്ന് അണുവിട വ്യതിരിക്കരുത്. അവിടെ വന്നിരിക്കുന്ന എല്ലാ മിസ്റ്റേക്കുകളും തിരുത്തി അവർ കുമ്പസാരിച്ച് കൺസൈൽ ചെയ്ത് അനുരഞ്ജനപ്പെട്ട് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബത്തിൽ സാത്താന് സ്ഥാനമില്ല. അപ്പം അവിടെ വരുന്ന മിസ്റ്റേക്കുകളാണ് പ്രശ്നങ്ങൾ. അപ്പം അതാണ് ഈ വചനം 10 കൽപ്പന പറയുന്നതിന് കാരണം. മോശെ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ കൽപ്പന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പഠിപ്പിച്ചു. അത് തന്നെ നീ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു കർത്താവിനോട് പറഞ്ഞു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് ഈ 4-ാം പ്രമാണം, ഈ പ്രമാണങ്ങൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഇപ്പം 4-ാം പ്രമാണത്തേക്ക് അച്ഛൻ വീണ്ടും വരികയാണ്. അവിടെ ഒരു കാര്യമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം. അതിന് കാരണമുണ്ട്. ബൈബിളിൽ ഒരു വചനമുണ്ട്, എഫേസ്യസ് 5:22-23. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താവിന് വിധേയരായിരിക്കും. എന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ സഭ. ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുക, അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രസിലോഷം ആരും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല. ഭാര്യയും ഭർത്താവും അവർ ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം എന്നുള്ളത് സഭയുടെ ഒരു പൗലോസ്ലീഹായി കിട്ടിയ ഒരു ദർശനമാണ്. ഇന്ന് വിധേയത്വമാണ് ഇല്ലായ്മ, ഇന്ന് വിധേയത്വം ഇല്ല. അതൊരു പൈശാചികപടിയാണ്. അതിന് നമുക്ക് ന്യായീകരണമുണ്ട്. നമുക്ക് 100 മറുപടിയാണല്ലോ. ചോദ്യത്തിനേക്കാളും വേഗം ഒരു ചോദ്യം ചോദിച്ചാൽ 1,00,000 ഉത്തരവായിരുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 1,00,000 മറുപടിയാണ് തരുന്നത്. അതെൻ്റെ കാരണം നമ്മളിൽ ഒരു പിശാസുണ്ട്, ഈഗോ ആയി, ഞാനെന്ന പിശാസ്. ഞാനാണ് ദൈവം. ഈ കാലഘട്ടങ്ങൾ എല്ലാവരും പാലിക്കുന്ന പ്രമാണം 1-ാം പ്രമാണം, ഞാനാണ് ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമൊന്നുമില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ കൈയടിച്ച് പോരാ, ഉച്ചത്തില് ഹല്ലേലൂയ. ഭാര്യയിലും ഭർത്താവ് കുടുംബ പ്രശ്നങ്ങളുടെ പിന്നിൽ ഒരു സ്പിരിറ്റേ ഉള്ളൂ, ഈഗോ, ഞാൻ എന്ന സ്പിരിറ്റ്. എന്നെ കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാകാതെ പോകുന്നത്. ഈഗോ എന്ന സ്പിരിറ്റ്, പ്രസലോഷ്, സ്വാർത്ഥത, സ്നേഹിക്കുന്നില്ല. അവിടെ ഭാര്യ ഭർത്താവിൻ്റെ വിധേയത്വത്തിൻ്റെ അതില്ലെങ്കിൽ അവിടെ ദുഷ്ടാരൂപി കയറും. പല ബന്ധങ്ങൾ കയറി വരുവേ, അശുദ്ധ ശക്തികൾ കയറി വരുവേ, കുടുംബ ബന്ധങ്ങളെ തകർക്കും, നാശിപ്പിച്ച് കളയും. ഇന്നെ ചില ഭാര്യക്കാണ് സ്നേഹിക്കുന്നത്, വേറെ പലരെയാണ്, വേറെ പലതിനെയും സ്നേഹിക്കുക. ഭർത്താവിനേക്കാൾ സ്നേഹിക്കുന്ന അവളുടെ ജോലി, പഠനം, ഭാവി, കുടുംബം, അല്ലെങ്കിൽ വേറെ സംഭവങ്ങൾ, സൗന്ദര്യം, കഴിവ്, മേന്മ. ഭർത്താവ് ഭാര്യയെക്കാൾ സ്നേഹിക്കുന്ന ചിലപ്പോൾ ബിസിനസ്, ജോലി, സമ്പത്ത്, കഴിവ് ഒക്കെയാണ് ഇമ്പോർട്ടൻസ്. നമുക്കിന്ന് വ്യക്തിക്കല്ല ഇമ്പോർട്ടൻസ്, അവനെ അല്ല വേണ്ടത്, അവനുള്ളതാണ് വേണ്ടത്, അവളെയല്ല വേണ്ടത്, അവക്കുള്ളതാണ് വേണ്ടത്. അതാണ് ഈ പ്രശ്നം. പ്രശ്നോഷം നമ്മൾ വ്യക്തിയല്ല സ്നേഹിക്കുന്നത്, ഇല്ലായ്മയോട് സ്നേഹിക്കുന്നത്. അവിടെ ശരിക്കും സ്നേഹം തീർന്നു, ഉള്ളിൽ സ്നേഹം അറ്റുപോയി. ഒരാളെ നമ്മൾ വിലയിടുന്നത് അവൻ്റെ കഴിവ്, പണം, സ്വത്ത്, വലിപ്പം,
അത് കൂടുതലാണ് കുറവാണ്, അതിലാണ് നമ്മുടെ അല്ല ആ വ്യക്തിക്കല്ല പ്രാധാന്യം. പ്രസ്തുതമാണ് വ്യക്തിക്കുള്ള, നിന്നെയല്ല വേണ്ടത്, നിനക്കുള്ളതാണ് വേണ്ടത്. പ്രസ്തുതമാണ് അതാണ് ഇന്നത്തെ പൈശാചിക ശക്തി. അതുകൊണ്ടൊന്ന് പറ്റും, അതുകൊണ്ട് പറ്റാൻ പോകുന്നൊരു കാര്യമുള്ളൂ, ഒറ്റപ്പെടും. ആരുമില്ലാത്തവനും ആരുമില്ലാത്തവളുമായിട്ട് തീരും. പ്രസ്തുതം കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിലിറങ്ങേണ്ട ഒരു കൃപയുള്ളൂ. ഈശോ കാണിച്ചെന്നൊരു മാതൃകയുണ്ട്, അത് ഞാനായാലും നിങ്ങളായാലും പാലിക്കേണ്ടതാ. യോഹന്നാൻ 13:4-5-6 അത്താഴവേളയിൽ അവൻ മേലങ്കി മാറ്റി അരയിൽ കച്ച കെട്ടി അവൻ ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദം കഴുകാനും അരയിൽ കെട്ടിയിരുന്ന തൂവാല കൊണ്ട് അവരുടെ പാദങ്ങൾ തുടയ്ക്കാനും തുടങ്ങി. ഈശോയുടെ മാതൃക അതാ, അത് നമ്മൾ പാലിക്കണം. നമുക്ക് 100 ന്യായീകരണമാണല്ലോ, അതിന് ചോദ്യത്തെക്കാളും 1000 മറുപടി വരും. അതുകൊണ്ട് പലരോടും ഞാൻ കൗൺസിലിങ്ങിന് സംസാരിക്കാറില്ല. ഒരു കാര്യം പറഞ്ഞാൽ 1000 മറുപടി വരും. എളിമപ്പെടാൻ തയ്യാറാണെങ്കിൽ അവിടെ ദൈവം ഇടപെട്ടിരിക്കും. പ്രസ്ലോഷ് ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ അവിടെ എളിമപ്പെടാൻ തയ്യാറായാൽ മതി. ചില കുടുംബങ്ങൾ മദ്യപാനം വേട്ടയാടുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണും. അപ്പം അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്വാർത്ഥതയാ. ഞാനാണ് എൻ്റെ ദൈവം, ആത്മരക്ഷ, എനിക്കെൻ്റെ സുഖം, എനിക്കെൻ്റെ നേട്ടം, എനിക്കെൻ്റെ കാര്യം. അത് മാറണം. മാറി നമ്മൾ വിശുദ്ധരായിട്ട് മാറണം. ഇന്നച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദുഷ്ടാരൂപി കടന്നു വരുന്ന ഒരു മേഖലയാണ് ഞാൻ പറഞ്ഞു, 1-ാം പ്രമാണ മേഖലയിലെ ലംഘനങ്ങൾ. 2 സഭയുമായിട്ടുണ്ടായിരിക്കുന്ന തർക്കങ്ങളും വിഷമങ്ങളും തിന്മകളും, അതും അന്ധകാര ശക്തികൾ അത്തരം കുടുംബങ്ങളെ വേട്ടയാടും. പ്രസ്രോഷ് 3 അച്ഛൻ പറഞ്ഞാൽ ദൈവപ്രമാണം. ഞായറാഴ്ച കുർബാനയോട് അനുസരണക്കേട് കാണിക്കുന്ന കുടുംബങ്ങളിൽ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കും. 10 കൽപ്പനകൾ നമുക്ക് ചുറ്റുമുള്ള വേലിക്കല്ലുകൾ, സംരക്ഷണ കോട്ടയാണ്. അതിലേതെങ്കിലും ഒരു കല്ല് മാറ്റിയാൽ അതിലൂടെ അന്ധകാര ശക്തികൾ പ്രവർത്തിണ്ടാവും. സുരക്ഷ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. ബുദ്ധിയിലെടുക്കരുത്. അച്ഛനെ പറയുന്നത് ബുദ്ധിയിലെടുക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയും, ഈ നാട്ടിലുള്ള പ്രശ്നമുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ നടക്കാമെങ്കിലും നടക്കാൻ പറ്റിയില്ലെങ്കിലും, ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ദേവാലയത്തിലെത്തി ബലിയിൽ പങ്കെടുക്കുക, ആ ബലിയോട് ചേർന്ന് നിൽക്കുക. പ്രസ്ലോഷ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നിരിക്കും, നിങ്ങളുടെ കെട്ടഴിഞ്ഞിരിക്കും. നാട് നീളെ ആളുകളുടെ ജോൽസിൻ്റെ ഒന്നൊക്കെ പുറകെ പോയേക്കരുത്. ഉള്ള പിശാച് ഇരട്ടിയായിട്ട് കൂടിയിരിക്കും. പ്രസ്ലോഷ് 50 പിശാച് കൊണ്ട് ചെല്ലുന്നവനെ 500 പിശാചാക്കി അവൻ തിരിച്ചു വിടും. പ്രസ്ലോഷ് ഇന്ന് പലർക്കും വഴിതെറ്റിക്കൊണ്ടിരിക്കുക. വിശ്വാസ മേഖലയിൽ വഴിതെറ്റുന്നുണ്ട്, സൂക്ഷിക്കുക. പ്രസ്തോഷം അപകടങ്ങൾ അത് വിളിച്ച് വരുമ്പോഴും എനിക്ക് ഈശോ കൃപ തന്നുകൊണ്ട് കാണുമ്പോഴേ ചോദിക്കും, എന്നെ ഉണ്ടോ? ഉണ്ട് അച്ഛോ. പ്രസ്തോഷം ഞാൻ പറയുന്നതിന് കൂടുതലല്ല, അതിന് കുറയത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് കുമ്പസാരിക്കുക. എന്നിട്ട് സഭയിലേക്കും ബലിപീഠത്തിന് അടുക്കിലേക്കും വരിക.